നമസ്കാരം. പ്രധാന വാർത്തകൾ. ബൈക്ക് യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. പാലക്കാട് നെല്ലിയാമ്പതി ചുരംപാതയിൽ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ബൈക്ക് ഉപേക്ഷിച്ച് യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. പോത്തുണ്ടി കൈകാട്ടി ചുരംപാതയിലെ 14 മൈൽ വ്യൂ പോയിന്റിന് സമീപം ഇന്ന് കാലത്ത് 9 മണിയോടെയാണ് സംഭവം. KSEB ജീവനക്കാരായ രതീഷ് കുന്നത്ത് പ്രസാദ്, മറ്റൊരു ബൈക്കിൽ സഞ്ചരിച്ച ശിവദാസ്, വിനീഷ് എന്നിവരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ചുരംപാതയിലെ കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഇറങ്ങുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 2 കുട്ടികൾ ഉൾപ്പെടെ 5 ആനകളാണുള്ളത്. സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. 12 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ സ്കൂൾ വാൻ മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന 12 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. പിന്നാലെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തൃത്താലയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ മകളും ആത്മഹത്യാ ശ്രമം നടത്തി. പരുതൂർ മൂർക്കത്തൊടിയിൽ സജിനിയാണ് മരിച്ചത്. സജിനി വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP വിഭാഗം അധ്യാപികയായിരുന്നു. അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് സജിനിയുടെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മകൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീടിനകത്ത് കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിലാണ് 44-കാരിയായ സജിനിയെ കണ്ടെത്തിയത്. മകളാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ഇവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഇതിന് ശേഷമാണ് അമിതമായി ഗുളികകൾ കഴിച്ച നിലയിൽ മകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമ്മയും മകളും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് അധ്യാപികയായ സജിനി ജീവനൊടുക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നു. അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതമാണ് മകളെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു. സജിനിയുടെ ഭർത്താവ് പീതാംബരൻ മുൻ സൈനികനാണ്. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. ക്ഷണം കിട്ടിയ ലോക നേതാക്കൾ ഇവരൊക്കെ. ശനിയാഴ്ച നടക്കുന്ന 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ലോക നേതാക്കൾക്ക് ക്ഷണം. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രംസിംഗയ്ക്ക് ക്ഷണം ലഭിച്ചതായി പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇതിനു പുറമെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് എന്നിവരെയും ഉടനെ ക്ഷണിക്കുമെന്നാണ് വിവരം. ഔപചാരിക ക്ഷണം ഇന്നുണ്ടാകുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. K. രാധാകൃഷ്ണന്റെ രാജി ഉടൻ. മാനന്തവാടി MLA OR കേളു മന്ത്രിയായേക്കും. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട K. രാധാകൃഷ്ണൻ നാളെയോ മറ്റന്നാളോ മന്ത്രിസ്ഥാനം രാജിവെക്കും. നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാകും രാജിവെക്കുന്ന സമയത്തിൽ അന്തിമ തീരുമാനം. K. രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ഒഴിവിൽ മാനന്തവാടി MLA OR കേളു മന്ത്രിയായേക്കും. K. രാധാകൃഷ്ണൻ രാജിയോടെ മന്ത്രിസഭ പുനഃസംഘടന ഉറപ്പായിരിക്കുകയാണ്. മന്ത്രിസഭ പുനഃസംഘടന ഇന്ന് വേണമെന്നും നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമാകും. പുനഃസംഘടന നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് നടക്കാനാണ് സാധ്യത. ഈ മാസം 10-നാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്.